ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങേണ്ടി വരുന്ന ഒരാളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കെതിരെ ആരെങ്കിലും വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചാൽ മതി മനസ്സ് തകർന്നു പോകാനല്ലേ? എന്നാൽ നാട്ടുകാർ നോക്കി നിൽക്കെ പോലീസ് വീട്ടിലെത്തുന്നു. പിന്നീട് സ്റ്റേഷനിൽ കൊണ്ടുപോയി മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ, കള്ളി എന്ന് വിളിച്ച് അവഹേളനം, പച്ചവെള്ളം കുടിക്കാൻ പോലും കൊടുക്കാതെയുള്ള ക്രൂരത. ഒരു സാധാരണ ദളിത് സ്ത്രീക്കാണ് പോലീസിൽ നിന്നും ഈ ദുരനുഭവം ഉണ്ടായത്. ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്ന് മാല കാണാതായതിൻ്റെ പേരിലായിരുന്നു പീഡനം. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനി ബിന്ദുവിനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ SIയെ സസ്പെൻഡ് ചെയ്തെങ്കിലും ആ കേസിൽ നിന്നും തലയൂരാൻ പോലീസിന് കഴിയുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സ്വർണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം സ്റ്റേഷനിൽ വെച്ച് നേരിട്ട ക്രൂരതയെക്കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം പനവൂർ സ്വദേശിനി ബിന്ദുവിന് ഇപ്പോഴും ഉള്ളു നീറുകയാണ്. 20 മണിക്കൂറോളം പോലീസ് മാനസികമായി പീഡിപ്പിച്ചു. രാത്രി മുഴുവൻ ചോദ്യം ചെയ്തു. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും നൽകിയില്ല. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി കുടിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പെൺമക്കളെ 2 പേരെയും കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ മാസം 23-ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും DGPക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. സംഭവം വിവാദമായതോടെ പേരൂർക്കട SIയെ സസ്പെൻഡ് ചെയ്തു. GD ചാർജുള്ള പോലീസുകാരെ സ്ഥലം മാറ്റാനും തീരുമാനമുണ്ട്. കഴിഞ്ഞ മാസം 23-ന് ജോലി കഴിഞ്ഞ് മടങ്ങും വഴി ബിന്ദുവിന് പേരൂർക്കട സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ വന്നു. ജോലി ചെയ്ത വീട്ടിലെ ഉടമയുടെ മാല നഷ്ടപ്പെട്ടു. മാല മോഷ്ടിച്ചിട്ടില്ല എന്ന് ബിന്ദു പറഞ്ഞു. ഡ്യൂട്ടി ഉദ്യോഗസ്ഥരിൽ നിന്ന് പിന്നെ കേട്ടത് തെറിവിളി. ഈ പ്രസन्न എന്ന് പറയുന്ന പോലീസ് ഭയങ്കരമായിട്ട് പിന്നെ മാനസികമായിട്ടും പിന്നെ പിടിപ്പിച്ചത് മാനസികമൊന്നത് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനാണ്. ഭയങ്കരമായിട്ട് എന്നെ ചീത്ത പറഞ്ഞു. അങ്ങറ്റം വരെ എന്നെ ചീത്ത പറഞ്ഞു. അങ്ങനത്തെ ചീത്ത ഞാൻ കേട്ടിട്ട് കൂടിയില്ല. ജോലിക്ക് പോയ ഭാര്യയ്ക്കൊപ്പം ഒരു സംഘം ആളുകൾ വീട്ടിലേക്ക് വരുന്നത് കണ്ട് ഭർത്താവും പകച്ചു. യൂണിഫോം ധരിക്കാതെ പരാതിക്കാരിയുടെ തന്നെ വാഹനത്തിൽ മോഷണം മുതൽ തേടി പോലീസുകാർ എത്തിയതായിരുന്നു. പിന്നീട് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷമുള്ള അനുഭവം പറയുമ്പോൾ ഇപ്പോഴും ബിന്ദുവിന് ഭയമാണ്. നിറത്തിന്റെ കാര്യം പറഞ്ഞ് അപമാനിച്ചു. ഭർത്താവിനെയോ ബന്ധുക്കളെയോ ഭക്ഷണം നൽകാൻ അനുവദിച്ചില്ല. ബന്ധുക്കളെ വിളിക്കാൻ പോലും അനുവദിക്കാതെ ഭക്ഷണമോ വെള്ളമോ നൽകാതെ ഒരു രാത്രി. ഇടയ്ക്ക് പോലീസുകാർ അടിക്കാൻ വന്നു. മക്കളെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. മക്കളെയൊക്കെ കേസിൽ കൊടുക്കുമെന്ന് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ പോലീസുകാരനാണ് അങ്ങനെ പറഞ്ഞത്. വേറൊരു പിന്നെ ഇവിടെ കൊണ്ടുവന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് അടിക്കാനൊക്കെ തന്നെ റൂമിൽ കൊണ്ടുപോയി പിന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവന്നു. അടിച്ചില്ല, അടിക്കാൻ കഴിയുമെങ്കിൽ. നിലവിൽ സർക്കാർ എടുത്തുള്ള നടപടിയിൽ തൃപ്തികരമാണ്. മറ്റുള്ള പോലീസുകാർക്കെതിരെ അതുപോലെ മറ്റുള്ള ഈ 3 പേരേ ഉള്ളൂ ഇത്രയും ക്രൂരത എന്നോട് കാണിച്ചിട്ടില്ല. വേറെ ആരും അങ്ങനെ മക്കളെ ഈ രാത്രി 9 തൊട്ട് രാവിലെ വരെ എന്നെ ഈ മാനസിക മാറ്റി പീഡിപ്പിച്ച ഈ പ്രസംഗം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. അതിനുശേഷം എല്ലാവരും വരുന്നുണ്ട്. ഇങ്ങനെ മോഷണ കേസ് പ്രതിയാണെന്ന് പറയണമെങ്കിലും എല്ലാവരും നോക്കി ചിരിക്കുന്നു. അങ്ങനെയൊക്കെ അല്ലാതെ വാക്കുകൊണ്ട് എന്നെ നോവിച്ചത് ഈ പ്രസംഗം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. ഒടുവിൽ നഷ്ടപ്പെട്ടു പോയ മാല തിരികെ കിട്ടി. ബിന്ദുവിനെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവിടുമ്പോൾ ഒരു താക്കീത് കൂടി നൽകി. മേലിൽ ഈ പ്രദേശത്ത് കണ്ടുപോകരുതെന്ന്. 3-ാം തീയതി അനുഭവിച്ചതൊക്കെയും വിശദമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പട്ടികജാതി പട്ടികവർഗ വകുപ്പിനും പരാതി നൽകി. ദിവസം ഇത്ര കഴിഞ്ഞിട്ടും അതിലും നടപടിയുണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ P ശശിയിൽ നിന്ന് അവഗണന നേരിട്ടു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. ആ നിലയിൽ പരാതികൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിന് കഴിയും. സംഭവം വിവാദമായതിനു പിന്നാലെ പേരൂർക്കട SIയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ പോലീസ് രാജാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഐക്യജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടുള്ള ബിന്ദുവിന് കൊടുക്കുകയാണ്. നീതിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടന്നിട്ടുള്ള ഈ അന്യായം, ഈ അനീതി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും
പരിഹാരം ഉണ്ടായില്ല എന്നത് പ്രതിഷേധാർഹമാണ്. സർക്കാരിന്റെ 4ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്, സംഭവങ്ങളാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു ചെറുപ്പക്കാരനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടും പ്രതികളെ ന്യായീകരിക്കുന്ന CASF ഉദ്യോഗസ്ഥർ എത്രത്തോളം മനുഷ്യത്വമില്ലാത്തവരാണ്. കൊലയാളികളെ ന്യായീകരിച്ച് CASF വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വന്ന ശബ്ദ സന്ദേശത്തിൽ മരിച്ച ഐവിൻ ജിജോയെ ഗുണ്ടയായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഗുണ്ടാ പശ്ചാത്തലമുള്ള ഐവിൻ 5 പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യാജ പ്രചരണം. ശബ്ദ സന്ദേശത്തിന് പിന്നിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെന്ന് ഐവിന്റെ സുഹൃത്തുക്കൾ ആരോപിച്ചു. അതേസമയം പോലീസ് പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. CISF Kerala@.com എന്ന ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം പ്രചരിച്ചത്. ഐവിൻ ജിജോ നാട്ടിലറിയപ്പെടുന്ന ഗുണ്ടയാണ്. ഐവിനൊപ്പം 4 പേരും CISF ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനുണ്ടായിരുന്നു. നിവൃത്തികെട്ടാണ് ഐവിനെ ബോണറ്റിലിരുത്തി കാർ ഓടിക്കേണ്ടി വന്നത്. ഐവിന്റെയും സംഘത്തിന്റെയും ആക്രമണം പ്രതിരോധിക്കുന്നതിനിടെ അറ്റകൈക്ക് പറ്റിപ്പോയതാണെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. 5 പേര് വണ്ടിയുടെ ബോണറ്റെ കയറിയിരുന്നപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. അന്നേരം പെട്ടെന്ന് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ 4 പേരും സൈഡിലേക്ക് പോയി. ഒരുത്തൻ മാത്രം അതേ കിടന്നു. അവനാണെങ്കിൽ ഇവിടുത്തെ 5ഓളം കേസുകൾ അവൻ്റെ പേരിലുണ്ട്. അവൻ ഇവിടുത്തെ ഒരു ഗുണ്ടയാണ്. അവൻ ഒരിടത്തും ജോലി കൊടുക്കാഞ്ഞിട്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടെങ്ങാണ്ട് കാപ്സിലൊരു ഷെഫിൻ്റെ സ്ഥാനമാണ്. ഷെഫാണോന്നൊന്നും അറിയത്തില്ല. ഗുണ്ടാകൃതിയാണ് അവൻ്റെ ജോലി. സാറിന് കൊല്ലേണ്ടി വന്നതാണെന്ന ശബ്ദ സന്ദേശത്തിലെ ഉള്ളടക്കത്തിലൂടെ വ്യക്തമാകുന്നത് ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ ബോധപൂർവം കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നാണ്. അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് അവന്. തീർത്തും അക്രമകാരിയായിരുന്നു. ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് സാർ അറ്റകൈക്ക് ഇത് ചെയ്തതാണ്. ജീവനും കൊണ്ട് ഓടിയപ്പം ഇവൻ ആ ബോണറ്റിൽ കിടന്നു. ബാക്കി 4 പേരും സൈഡിലേക്കായി പോയി. പിന്നെ ഇവനെ കൊല്ലാതെ പറ്റില്ലായിരുന്നു. കൊന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഇവൻ തെറിച്ചു പോയി വീഴുക ചെയ്ത്, അല്ല പിന്നെ ഇടിപ്പിച്ചൊന്നുമില്ല. ഗുണ്ടാ പശ്ചാത്തലമുള്ള ഐവിൻ 5 പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വ്യാജ പ്രചാരണവും നടക്കുന്നുണ്ട്. ശബ്ദ സന്ദേശം ഗ്രൂപ്പിൽ ചർച്ചയായതോടെ ഡിലീറ്റ് ചെയ്തു. ശബ്ദ സന്ദേശത്തിന് പിന്നിൽ CISFലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണെന്ന് ഐവിന്റെ സുഹൃത്തുക്കൾ ആരോപിച്ചു. കൊന്നതിനു ശേഷവും ഐവിനുമേൽ സൈബർ ആക്രമണം നടക്കുകയാണ്. ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഐവിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആവശ്യം. അതിനിടെ ഐവിൻ ജിജോയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി വിനയ് കുമാർ ദാസ്, 2-ാം പ്രതി മോഹൻ എന്നിവർക്ക് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. അങ്കമാലി കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ഐവിൻ കൊല്ലപ്പെട്ടത്. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നത് സംബന്ധിച്ച CISF ഉദ്യോഗസ്ഥരുമായി തർക്കത്തിലേർപ്പെട്ട ഐവിനെ കാറിടിച്ച് വീഴ്ത്തി. ഗുരുതര പരിക്കുകളോടെ ബോണറ്റിൽ വീണ ഐവിനുമായി കാർ 800 മീറ്ററോളം മുന്നോട്ട് പോയി. തുടർന്ന് ബ്രേക്ക് ചെയ്ത് നിലത്ത് വീഴ്ത്തി. അതിനുശേഷം 37 മീറ്റർ ഐവിനെ തറയിലൂടെ വലിച്ചു കൊണ്ടുപോയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നു. കേസിൽ അറസ്റ്റിലായതോടെ CISF SI വിനയ് കുമാർ ദാസിനെയും കോൺസ്റ്റബിൾ മോഹൻകുമാറിനെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവരെ പിരിച്ചുവിടാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്.
ന്യൂസ് 18 കൊച്ചി. പാക് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഒട്ടേറെ ആരാധകരുള്ള സോഷ്യൽ മീഡിയ താരമാണ്. യൂട്യൂബിൽ മാത്രം 3.25 ലക്ഷത്തോളം ഫോളോവേഴ്സ്. 5 നക്ഷത്ര ഹോട്ടലുകളിൽ താമസം, ആഡംബര ജീവിതം, വരവിൽ കവിഞ്ഞ സ്വത്ത്. അങ്ങനെ ദുരൂഹതകൾ നിറഞ്ഞതാണ് ജ്യോതിയുടെ ജീവിതവും യാത്രകളും. ജ്യോതി മൽഹോത്ര 3 മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തിയതിൻ്റെ വിവരങ്ങളും പുറത്തു വന്നു. യാത്രാ വിവരണവും അനുഭവ കഥകളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന യുവതി എങ്ങനെയാണ് ചാരവൃത്തിയിലേക്ക് മാറിയത്? ഇവരുടെ യാത്രകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ സാമ്പത്തിക ഇടപാടുകൾ, യാത്രാ വിശദാംശങ്ങൾ എന്നിവ പരിശോധിച്ചതോടെയാണ് ഹരിയാന പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. വരുമാനത്തിന് അനുസൃതമല്ലാത്ത ആഡംബര ജീവിതശൈലിയാണ് ജ്യോതിയുടേത്. വിമാനങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റുകളിൽ യാത്ര, ആഡംബര ഹോട്ടലുകളിലെ താമസം, 5 സ്റ്റാർ നിലവാരമുള്ള റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം തുടങ്ങി വരവിൽ കവിഞ്ഞ ചെലവ് ജ്യോതിക്കുണ്ടായിരുന്നുവെന്ന് ഹരിയാന പോലീസ് പറയുന്നു. പാകിസ്ഥാനിൽ VIP പരിഗണനയാണ് ജ്യോതിക്ക് ലഭിച്ചിരുന്നത്. ചൈനയിലും സന്ദർശനം നടത്തി. ചൈനയിലെ യാത്രക്കിടെ ജ്യോതി ആഡംബര കാറുകളിൽ സഞ്ചരിക്കുകയും വില കൂടിയ ആഭരണശാലകൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. യാത്രാ വിവരണവും അനുഭവ കഥകളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ജ്യോതി ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ചാരവൃത്തിയിലേക്ക് മാറിയത് എന്നതുൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. തുടർച്ചയായി പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാക് ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നയാളാണ് ജ്യോതിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇത് തെളിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇവരെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചു വരികയായിരുന്നു. എവിടെയൊക്കെ യാത്ര ചെയ്തു, അവിടെ നിന്ന് എന്തൊക്കെ പകർത്തി, ആരെയൊക്കെ കണ്ടു, മറ്റ് യൂട്യൂബർമാർ ആരെയൊക്കെ കണ്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പാകിസ്ഥാന് വേണ്ടി തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുക, ദൃശ്യങ്ങൾ പകർത്തി നൽകുക എന്നതായിരുന്നു പാക് രഹസ്യാന്വേഷണ വിഭാഗം വീഡിയോ ക്രിയേറ്റർമാരിൽ നിന്ന് ലക്ഷ്യമിട്ടിരുന്നത്. അതിനിടെ ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര 3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലും എത്തിയതിന്റെ വിവരം ലഭിച്ചു. കേരളം സന്ദർശിച്ച ശേഷം ഫെബ്രുവരിയിൽ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു. കണ്ണൂരിൽ നിന്നാണ് ജ്യോതി യാത്ര ആരംഭിച്ചത്. ദൃശ്യങ്ങളിൽ വിമാനത്താവളവും വിവരണങ്ങളും പങ്കുവെക്കുന്നുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, മൂന്നാർ, ആലപ്പുഴ, കൊച്ചി, തിരുവനന്തപുരം, ഇടുക്കി അടക്കമുള്ളയിടങ്ങൾ ജ്യോതി സന്ദർശിച്ച് വീഡിയോയും ചിത്രങ്ങളും പകർത്തിയിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഈ യാത്ര വെറുമൊരു യാത്രയല്ലെന്നും ഓർമ്മകളുടെ യാത്രയാണെന്നും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഓർമ്മിപ്പിക്കപ്പെടുമെന്നും കേരളത്തിലെ സന്ദർശനത്തിന് ശേഷം പങ്കുവച്ച വീഡിയോയിൽ ജ്യോതി പറയുന്നുണ്ട്. ജ്യോതി മൽഹോത്ര വഴി മറ്റ് ബ്ലോഗർമാരെയും പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നുവെന്നാണ് വിവരം. ന്യൂസ് 18 ഡൽഹി. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള കൂട്ടമരണങ്ങൾ നാട്ടിൽ പതിവായി കേൾക്കാറുണ്ട്. വീട്ടുകാരെ ഒന്നടങ്കം കൊലപ്പെടുത്തി ജീവനൊടുക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? എറണാകുളം തൃപ്പൂണിത്തുറയിൽ വീടിന് തീ കൊളുത്തി ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തതിന് പിന്നിലും കുടുംബ പ്രശ്നങ്ങളാണ് കാരണം. വാടക വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴാണ് നടുക്കുന്ന കാഴ്ച കണ്ടത്. വീടിന് പുറത്ത് ഗൃഹനാഥനെ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. പെരിക്കോട് സ്വദേശി പ്രകാശനാണ് ജീവനൊടുക്കിയത്. കത്തി അമരുന്ന വീട്ടിൽ നിന്ന് ഇയാളുടെ മകനെ നാട്ടുകാർ ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി. സാരമായി പൊള്ളലേറ്റ മകൻ കരുൺ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുലർച്ചെ 5:30യോടെയാണ് തൃപ്പൂണിത്തുറയിലുള്ള വാടക വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പേരീക്കാട് സ്വദേശി പ്രകാശൻ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വീടിന് തീ വെക്കുകയായിരുന്നു.
സംഭവ സമയത്ത് ഇയാളുടെ 16 വയസ്സുള്ള മകൻ കരുൺ വീട്ടിലുണ്ടായിരുന്നു. നാട്ടുകാർ തീയണച്ചാണ് മകനെ രക്ഷപ്പെടുത്തിയത്. വീടിനകത്തെ കട്ടിലിനും കിടക്കയ്ക്കും മറ്റും തീപിടിച്ചെങ്കിലും ഉടൻ തന്നെ അയൽക്കാരെത്തി തീയണച്ചു. സാരമായി പൊള്ളലേറ്റ കരുണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷമാണ് പ്രകാശിനെ വീടിന് സമീപത്തുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രകാശൻ ഇവിടെ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. കുടുംബവഴക്കാണ് ദുരന്തത്തിനു പിന്നിലെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രകാശിന്റെ ഭാര്യ രാജേശ്വരി കുറച്ചുനാളുകളായി വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. മുഖത്തടിയേറ്റ പാടുകൾ മങ്ങി തുടങ്ങിയെങ്കിലും യുവ അഭിഭാഷക ശ്യാമിലിയുടെ മനസ്സിലെ ആ മുറിവ് അത്ര വേഗം ഉണങ്ങുന്നതല്ല. സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ് മർദ്ദിച്ചതിനുള്ള തെളിവ് ആ പാടുകളാണ്. എന്നിട്ടും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ബെയിലിൻ ദാസ് വനിതാ അഭിഭാഷകയെ മർദ്ദിച്ചില്ലെന്ന് പറയുന്നു. കേസിൽ പോലീസിന്റെ പിടിയിലായപ്പോൾ വിങ്ങി പൊട്ടിക്കരഞ്ഞ് നാടകം കളിച്ച അഭിഭാഷകന്റെ തനി സ്വഭാവം ജയിലിന് പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ടത്. 2 മാസത്തേക്ക് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നടക്കമുള്ള കർശന ഉപാധികളോടെയാണ് ബെയിലിന് ബെയിൽ അനുവദിച്ചത്. പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദം ഭാഗികമായി അംഗീകരിക്കുന്നതാണ് ജാമ്യ ഉത്തരവിലെ വ്യവസ്ഥകൾ. കുറ്റപത്രം നൽകുന്നതുവരെയോ അല്ലെങ്കിൽ 2 മാസമോ പ്രതി വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നാണ് പ്രധാന ജാമ്യ വ്യവസ്ഥ. ഇതോടെ ബെയിലിൻ ദാസിന് കോടതിയിലോ വക്കീൽ ഓഫീസിലോ പോകാൻ കഴിയില്ല. പരാതിക്കാരിയെ ബന്ധപ്പെടാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ പാടില്ല. കുറ്റകൃത്യം ആവർത്തിക്കരുത്. ഇവയാണ് മറ്റു ജാമ്യ നിബന്ധനകൾ. നടപടികൾ പൂർത്തിയാക്കി ബെയിലിൻ ദാസ് വൈകിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ചെയ്യാത്ത കുറ്റം ഞാൻ എന്തിനാ കേൾക്കുന്നത്? അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരായാലും എല്ലാവരും പുറത്തു വരും, ഇൻക്ലൂഡിംഗ് ഓൾ ദ ഡിഗ്നിറ്ററീസ്. I won't leave anyone. What doubt on that? I have never done that. I deny all those things. I don't know anything regarding that. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ ബെയിലിൻ ദാസ് ക്രൂരമായി മർദ്ദിച്ചത്. ഇരയായ യുവതിക്ക് പിന്തുണ നൽകുന്നതിന് പകരം മഞ്ചൂർ കോടതിയിലെ വലിയൊരു വിഭാഗം അഭിഭാഷകർ പ്രതിയെ പിന്തുണച്ചതിലും പ്രതിഷേധമുയർന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇഡിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കൈക്കൂലി കേസിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പിടിവീഴുന്നു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിന്റെ റെയ്ഡിൽ നിർണായക തെളിവുകൾ കണ്ടെത്തിയതോടെ വിജിലൻസിന്റെ അടുത്ത നീക്കം എന്താകും? ഇഡി നേരത്തെ സമൻസ് നൽകി വിളിപ്പിച്ച 30-ലേറെ പേരുടെ വിവരങ്ങൾ രഞ്ജിത്തിന്റെ ഡയറിയിലുണ്ട്. കൈക്കൂലി ആവശ്യപ്പെടാനായി തയ്യാറാക്കി വെച്ച പട്ടികയാണിതെന്ന് വിജിലൻസ് സംശയിക്കുന്നു. 1-ാം പ്രതിയായ കൊച്ചി ഇഡി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ പരമാവധി തെളിവ് ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. അതിനിടെ കള്ളപ്പണക്കേസിലെ പ്രതിയായ അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ഇഡിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വിശദീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തി. സാമ്പത്തിക ആരോപണം നേരിടുന്നവരുടെ വിവരങ്ങൾ ഇഡിക്ക് കൈമാറിയിരുന്നത് രഞ്ജിത്താണെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. കൈക്കൂലി വാങ്ങാൻ ലക്ഷ്യമിട്ടിരുന്നവരുടെ പട്ടികയും ഡിജിറ്റൽ തെളിവുകളും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും വിജിലൻസ് കണ്ടെത്തി. ഇഡി സമൻസ് അയച്ച 30ഓളം പേരുടെ ലിസ്റ്റാണ് രഞ്ജിത്തിന്റെ ഡയറിയിൽ നിന്നും കണ്ടെടുത്തത്.
രഞ്ജിത്തിന് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉന്നതരുമായി ബന്ധമുണ്ടെന്നും പണം തട്ടുന്നതിന് രഞ്ജിത്ത് ഈ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തിയിരുന്നുവെന്നും വിജിലൻസ് പറയുന്നു. രഞ്ജിത്തിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് വിജിലൻസ്. ഇത് വളരെ വിശദമായി അന്വേഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ഞങ്ങൾക്ക് പിന്നെ വേറെ കുറച്ച് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇറ്റ് ടേക്സ് ടൈം. ഈ ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട്, അത് നമുക്കൊന്നത് പരിശോധിക്കണം. തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരാണ് കേസിൽ പിടിയിലായ മറ്റു രണ്ടുപേർ. മുരളി മുകേഷിന് ഹവാല ഇടപാടുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. മുരളി മുകേഷ് ഹവാല ഇടപാടിലൂടെയാണ് പണം ED ഉദ്യോഗസ്ഥർ പറയുന്നിടത്ത് എത്തിച്ചതെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൊച്ചി ED യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. വിശദമായ തെളിവുകൾ ലഭിച്ചാൽ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലേക്കടക്കം വിജിലൻസ് കടക്കും. കൊല്ലം സ്വദേശിയും വ്യവസായിയുമായ അനീഷ് ബാബുവിന്റെ പരാതിയെ തുടർന്ന് ED ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറിനെതിരെയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തിന് കാരണം എന്താണ്? സംഭവത്തിന് പിന്നിൽ ആരുടെ വീഴ്ചയാണ്? തീ അമർന്നപ്പോൾ പുറത്തുവരുന്നത് എണ്ണിയാലൊടുങ്ങാത്ത നിയമലംഘനങ്ങളാണ്. കെട്ടിടത്തിൽ അനധികൃത നിർമ്മിതികളും കൂട്ടിച്ചേർക്കലുകളും ഏറെയുണ്ട്. ഒഴിഞ്ഞുകിടക്കേണ്ട വരാന്തയും ബാൽക്കണിയും ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് കെട്ടിയടച്ചു. ഈ നിയമലംഘനങ്ങളാണ് ആളിപ്പടർന്ന തീയണയ്ക്കാൻ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിച്ചത്. സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും ഷോർട്ട് സർക്യൂട്ടാകാം തീപിടിക്കാൻ കാരണമെന്നുമാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. തീപിടുത്തത്തിൽ സംയുക്ത പരിശോധന പൂർത്തിയായതോടെ വിവിധ വകുപ്പുകൾ ഉടൻ തന്നെ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറും. കെട്ടിടത്തിന്റെ 1-2 നിലകളിൽ ഒരേ സമയം തീപിടുത്തമുണ്ടായതായി ഫയർഫോഴ്സ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. വിവരം ലഭിച്ച നിമിഷങ്ങൾക്കുള്ളിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി. കെട്ടിടത്തിന്റെ വരാന്തിയും ഇടനാഴിയുമെല്ലാം മറച്ചുകെട്ടിയതുമൂലം തുണിത്തരങ്ങൾക്ക് തീപിടിച്ച ഉള്ളിലെ മുറികളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാതെ വന്നതാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാകാൻ കാലതാമസം വരുത്തിയത്. കെട്ടിടത്തിനുള്ളിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ലെന്നും ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞു. ഇപ്പോൾ ഒന്ന് നോക്കിയിരുന്നു, ഇതിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഒരറ്റത്തുമാണ് നമ്മൾ പ്രാഥമികമായിട്ട് തീ ഒറിജിനേറ്റ് ചെയ്തായിട്ട് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഫോറൻസിക്കും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും ഒക്കെ അത് സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാലേ നമുക്കതൊരു അഫർമേഷനായിട്ട് പറയാൻ കഴിയും. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് എന്ന ആരോപണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അറിയിച്ചു. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കും. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം. ഇനിയൊരിക്കലും സമാന ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രിമാരായ AK ശശീന്ദ്രനും മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അത് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധന റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ട് കലക്ടർ നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് കൂടി വന്ന് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. സർവതല സ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും വീഴ്ചക്കിടവരുത്തിയവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പേരിൽ നടപടിയെടുക്കാനും മനഃപൂർവ്വമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു തരത്തിലുള്ള പരിശോധനയും എല്ലാ തരത്തിലുമുള്ള രഹസ്യ പരസ്യ
പരിശോധനകളിലൂടെയായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനമെടുക്കുക. തീപിടുത്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട UDF രംഗത്തെത്തി. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അധികാരികൾ തന്നെ പറഞ്ഞിട്ടുള്ള അന്വേഷണം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ അധികാരികൾ പറയുന്ന അന്വേഷണത്തെക്കാൾ ഉപരിയായി ഒരു ജുഡീഷ്യറിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നാൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരും എന്നത് യാഥാർത്ഥ്യമാണ്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് മാത്രം കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതേ നിലയിൽ പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽസ്, കാലിക്കറ്റ് അപ്പാരൽസ് എന്ന സ്ഥാപനങ്ങളും കത്തി നശിച്ചു. കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച വിശദ പരിശോധനകൾക്ക് ശേഷം മാത്രമേ താഴത്തെ നിലയിലും കച്ചവടം അനുവദിക്കൂ. ഇതോടെ ഇവിടങ്ങളിൽ കച്ചവടം നടത്തിവന്ന ചെറുകിട വ്യാപാരികളും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലുണ്ടായ തീപിടുത്തത്തിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ട്. ഈ തീപിടുത്തവും 1 മാസം മുൻപ് കടവുടമയ്ക്ക് കുത്തേറ്റതും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് സംശയം. സ്ഥാപന ഉടമ മുകുന്ദനെ കുത്തിയ കേസിൽ ബിസിനസ് പങ്കാളിയായിരുന്ന പ്രകാശ് നിലവിൽ റിമാൻഡിലാണ്. ഈ വൈരാഗ്യമാണോ തീപിടുത്തത്തിന് പിന്നിലെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉടമ മുകുന്ദനും നഗരത്തിലെ തന്നെ വ്യാപാരിയായ പ്രകാശനും തമ്മിൽ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇരുവരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിക്ക് സമീപമുള്ള വസ്തുവിനെ ചൊല്ലി തർക്കം രൂക്ഷമാവുകയും ബുൾഡോസർ ഉപയോഗിച്ച് മുകുന്ദൻ ഈ വസ്തുവിലെ നിർമ്മിതികൾ പൊളിച്ചു നീക്കുകയും ചെയ്തു. മറുപടിയായി മുകുന്ദന്റെ ഒരു കെട്ടിടം പ്രകാശനും പൊളിച്ചു നീക്കി. പിന്നീട് ഇരുവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ മുകുന്ദന് കുത്തേറ്റു. മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമക്കേസിൽ പ്രകാശ് റിമാൻഡിലാണ്. വ്യാപാര പങ്കാളികൾ തമ്മിലുള്ള തർക്കവും സംഘർഷവും തീപിടുത്തത്തിന് പിന്നിലുണ്ടോ എന്നതിന് തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. എന്നാൽ അടുത്തിടെ നടന്ന സംഭവമായതിനാൽ ഇക്കാര്യവും പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാകും. കടുത്ത പ്രശ്നത്തിലൂടെയാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉടമ മുകുന്ദൻ കടന്നുപോയിരുന്നത്. പരമാവധി പണം സമാഹരിച്ച് സ്കൂൾ സീസൺ ലക്ഷ്യമാക്കി സ്റ്റോക്ക് സംഭരിക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായ ഉണ്ടായ അപകടം ഗൂഢാലോചനയെന്ന് സമഗ്രമായ അന്വേഷണമാണ് അനിവാര്യമാകുന്നത്. കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. മലപ്പുറം കൂട്ടായി സ്വദേശി അബ്ദുൾ ജംഷി ഒരു മഹാ തട്ടിപ്പുകാരനാണ്. ആൾമാറാട്ടം നടത്തി പണവും വാഹനങ്ങളും മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ രീതി. മലപ്പുറം താനൂരിലെ ബൈക്ക് മോഷണ കേസിൽ പിടിയിലായപ്പോഴാണ് ജംഷിയുടെ മോഷണ കഥകളും തട്ടിപ്പും എല്ലാം പുറത്തു വന്നത്. ആൾമാറാട്ടം നടത്തി വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളിൽ നിന്ന് പണം തട്ടുന്നതും പതിവാണ്. പോലീസ് സംഘം തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വലയിലായത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് ജംഷി. മൂന്നാഴ്ച മുമ്പ് താനൂർ മോരിയയിലെ സജീഷിന്റെ ബൈക്ക് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് മോഷണം പോയിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ മാസ്ക് ധരിച്ചിരുന്നതിനാൽ മോഷ്ടാവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല. മോഷ്ടിച്ച ബൈക്ക് ചമ്രവട്ടത്ത് വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചതായി കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ജംഷിയാണെന്ന് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു. കോഴിക്കോട് നിന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്.
ആൾമാറാട്ടം നടത്തി പണം തട്ടുന്നതിൽ ബിരുദനാണ് ജംഷി എന്ന് പോലീസ് പറയുന്നു. വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചാണ് തട്ടിപ്പ് നടത്തുക. സംസാരിച്ച് ആളുകളെ വലയിലാക്കുന്നതിൽ സമർത്ഥനാണ് പ്രതി. വയനാട് ദുരിതമേഖലയിലെത്തി ഒറ്റപ്പെട്ടവരായ സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടിയ കേസുകളും ഇയാളുടെ പേരിലുണ്ട്. 2023 പാലക്കാട് കല്ലടിക്കോട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളിൽ അറസ്റ്റിലായ ഇയാൾ കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു. പ്രതിക്കെതിരെ വാറണ്ടും നിലവിലുണ്ട്. പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. ക്രിമിനൽ സംഘങ്ങൾക്കൊപ്പം കൂട്ടുകൂടുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരിക്കൽ അവർ നിങ്ങളെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യാം. കൊല്ലം പൂയപ്പള്ളിയിൽ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട സഹോദരങ്ങൾ സുഹൃത്തിനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണം കവർന്ന കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പൂയപ്പള്ളി സ്വദേശി പ്രവീണിന്റെ കാറിൽ കയറി കഴുത്തിൽ കത്തിവെച്ചാണ് മിയേനി സ്വദേശികളായ വിനേഷും വിനീതും സ്വർണം തട്ടിയെടുത്തത്. കേസിൽ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 3 പേരും സുഹൃത്തുക്കളായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് പ്രവീണിന്റെ കാറിൽ ഇരുവരും കയറി. തുടർന്ന് ഭീഷണിയുടെ സ്വരത്തിൽ പ്രവീണിനോട് പ്രതികൾ സംസാരിച്ചു. വാഹനം മരുതമൺ പള്ളിക്ക് സമീപമെത്തിയപ്പോൾ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുകയും പ്രവീൺ ധരിച്ചിരുന്ന സ്വർണമാല, കൈചെയിൻ, വാച്ച് എന്നിവ അപഹരിക്കുകയും ചെയ്തു. എതിർത്തപ്പോൾ പ്രവീണിനെ ക്രൂരമായി മർദ്ദിച്ചതായും പരാതിയിൽ പറയുന്നു. തുടർന്ന് പ്രതികൾ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നുകളയുകയായിരുന്നു. പ്രവീണിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പൂയപ്പള്ളി പോലീസ് അതിസാഹസികമായാണ് വിനേഷിനെയും സഹോദരൻ വിനീതിനെയും പിടികൂടിയത്. പിടിയിലായ പ്രതികൾ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു. പൂയപ്പള്ളി CI ബിജു STയുടെ നിർദ്ദേശപ്രകാരം SI രജനീഷ് മാധവൻ, CPO ഡാർവിൻ, അൻവർ, റിജു എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകന് നേരെയും പ്രതികൾ ആക്രോശിച്ച് അടുത്തിരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. റാപ്പർ വേടന്റെ സംഗീത പരിപാടി പോലീസിന് പൊല്ലാപ്പുണ്ടാക്കുകയാണ്. വേടനെ കാണാൻ യുവാക്കൾ കൂട്ടമായി എത്തുന്നതോടെ സംഘർഷവും പതിവ്. ഇനി സംഗീത പരിപാടി മുടങ്ങിയാലുള്ള അവസ്ഥയെക്കുറിച്ച് പറയണോ? തിരുവനന്തപുരം കിളിമാനൂരിൽ വേടന്റെ പരിപാടി മുടങ്ങിയതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പോലീസിന്റെ അറസ്റ്റ് തുടരുകയാണ്. കിളിമാനൂർ സ്വദേശികളായ അനന്തു, അജാസ് എന്നിവരാണ് ഒടുവിൽ പിടിയിലായത്. ആറ്റിങ്ങൽ സ്വദേശി അരവിന്ദിനെ കഴിഞ്ഞ ദിവസം നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വെള്ളല്ലൂർ പുല്ലുവിളാകം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഊന്നങ്കൽ ബ്രദേഴ്സാണ് വേടന്റെ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ലൈവ് സ്ട്രീമിംഗിനായി LED വാൾ സെറ്റ് ചെയ്യുന്നതിനിടെ ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്നാണ് പരിപാടി റദ്ദാക്കിയത്. പിന്നാലെ പരിപാടി കാണാനെത്തിയവർ സംഘർഷമുണ്ടാക്കുകയായിരുന്നു. പോലീസിന് നേരെ ഉൾപ്പെടെ ചെളി വാരി എറിഞ്ഞു. പരിപാടി മുടങ്ങിയ വിവരം രാത്രി വൈകി ഭാരവാഹികൾ മൈക്കിലൂടെ അറിയിച്ചതോടെയായിരുന്നു പ്രതിഷേധം. സംഘർഷമുണ്ടാക്കിയതിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. കൊടുവഴന്നൂർ തോട്ടവാരം സ്വദേശി അനന്തു,
ശീമവിള സ്വദേശി അജാസ് എന്നിവരെ നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആറ്റിങ്ങൽ ഇളമ്പോ സ്വദേശി അരവിന്ദിനെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ആറ്റിങ്ങൽ.